റൂട്ട് ഓഫ് എ ഈസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ എന്ത് ആൻസർ വരും? അപ്പോൾ വരുന്ന ആൻസറാണ് എ. അപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. നിങ്ങളിത് കാണാപാഠം പോലെ പഠിച്ചാൽ മതി. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻ നോക്കാം. റൂട്ട് സെവൻ ഈസ് ടു ഇൻഫിനിറ്റി ആണെങ്കിൽ ആൻസർ എന്തായിരിക്കും? ഇതിൻ്റെ അകത്തുള്ള വാല്യൂ ആയിരിക്കും, ദാറ്റ് ഇസ് 7. അപ്പോൾ ട്രിക്ക് നമ്പർ 2 നോക്കാം. അപ്പോൾ ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത്. എന്ന് വെച്ചാൽ ഇൻഫിനിറ്റിയിൽ അവസാനിക്കുന്നില്ല എങ്കിൽ നമ്മൾ ആദ്യം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ എത്ര നമ്പേഴ്സ് ഉണ്ടെന്ന് നോക്കണം. 1 2 3 4. അപ്പോൾ 4 നമ്പേഴ്സാണുള്ളത്. അത് 2ൻ്റെ പവറായിട്ട് എഴുതണം. അപ്പോൾ 2⁴ എത്രയാണ്? 16. പക്ഷേ ഇതല്ല ആൻസർ വരുന്നത് a⁻16 വരും ഡിനോമിനേറ്ററിൽ. മുകളിൽ 16 - 1 15 ആയിരിക്കും ആൻസർ. മനസ്സിലായോ? അപ്പോൾ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. റൂട്ട് ഓഫ് സെവൻ എന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ എങ്ങനെയായിരിക്കും? എത്ര ഏഴുണ്ട്? 1 2 3 4 4 7ആണുള്ളത്. അപ്പോൾ 2⁴ 16. ആൻസർ എന്ത് വരും? ആൻസർ എന്ന് പറഞ്ഞാൽ ഇവിടെ കണ്ടോ, 2⁴ 16 വന്നിട്ട് a⁻15/16 ആണ് വന്നത്. അതുപോലെ ഇവിടെ ആൻസർ വരും. a⁻2 എന്ന് പറയുമ്പോൾ ഈ വാല്യൂ, ദാറ്റ് ഈസ് 7⁻16 ഡിനോമിനേറ്ററിൽ വരും. ഈ 16 - 1 ദാറ്റ് ഈസ് 15 ആയിരിക്കും. ഇതാണ് ആൻസർ. ക്ലിയർ ആയോ? അപ്പം ട്രിക്ക് നമ്പർ 1 2 കംപ്ലീറ്റഡ്. താങ്ക് യു.